ഭൂമിയിലെ ഏറ്റവും അപകടം നിറഞ്ഞ മാലിന്യങ്ങളിലൊന്നാണ് ഉപേക്ഷിക്കപ്പെടുന്ന ടയറുകൾ. ഓരോ വർഷവും ലോകത്ത് ഏകദേശം 100 കോടി ടയറുകളാണ് ഇത്തരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത്. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുന്ന ടയറുകൾ പെട്ടെന്നൊന്നും നശിക്കില്ലെന്ന് മാത്രമല്ല, അവ നിരന്തരം ദോഷകരമായ രാസവസ്തുക്കൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ടയറുകളെ റോഡുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ടാറാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സോ എങ്ങനെയാണ് ടയറുകളെ റീസൈക്കിൾ ചെയ്യുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ആവശ്യമില്ലാതെ വലിച്ചെറിയുന്ന ടയറുകളെ റീസൈക്കിൾ ചെയ്തെടുത്ത് കോടിക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്ന മേഖലയാണ് റബ്ബറൈസ്ഡ് അസ്ഫാൾട്ട് ഇൻഡസ്ട്രി. അതായത് 1 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ ആയിരക്കണക്കിന് ടയറുകൾ പുനരുപയോഗിക്കാൻ സാധിക്കുകയും ഒപ്പം തന്നെ റോഡ് സർഫസ് കൂടുതൽ ഈട് നിൽക്കുന്നതാക്കാനും വിള്ളലുകളെ പ്രതിരോധിക്കാനും ട്രാഫിക് ശബ്ദം 4 മുതൽ 6 ഡെസിബൽ വരെ കുറയ്ക്കാനും ഇതിന് സാധിക്കും. ഇനി ഈ ടയറുകൾ എങ്ങനെയാണ് റീസൈക്കിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനായി ആദ്യം പ്രത്യേക ട്രക്കുകൾ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ടയറുകൾ ശേഖരിക്കുകയാണ് ചെയ്യുക. ടയറിനുള്ളിലെ സ്റ്റീൽ ഭാഗം നീക്കം ചെയ്യുന്നതോടെയാണ് റീസൈക്ലിംഗ് പ്രക്രിയ ആരംഭിക്കുന്നത്. ഈ സ്റ്റീൽ ഭാഗമാണ് ടയറിനെ വീൽ റിമ്മിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. എന്നാൽ റീസൈക്ലിംഗ് ലൈനിൽ ഈ സ്റ്റീൽ പാർട്ട് വലിയൊരു പ്രശ്നമാണ്. ഇത് ആദ്യം നീക്കം ചെയ്തില്ലെങ്കിൽ കട്ടിംഗ് ബ്ലേഡുകൾക്ക് ഡാമേജ് സംഭവിക്കാനും മെഷീനുകൾ കേടാകാനും സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ആദ്യഘട്ടത്തിൽ ടയറിനെ ഒരു ബീഡ് റിമൂവൽ മെഷീനിലേക്ക് എത്തിക്കുന്നു. ഇതിനുള്ളിലെ ഹൈഡ്രോളിക് ഹുക്ക് സിസ്റ്റം ഉപയോഗിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ സ്റ്റീൽ കോർ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ശരാശരി ഒരു വലിയ ട്രക്ക് ടയറിൽ നിന്ന് ഏകദേശം 2 കിലോയോളം കാർബൺ സ്റ്റീൽ ലഭിക്കും. അങ്ങനെ വേർതിരിച്ചെടുത്ത ഈ സ്റ്റീൽ കമ്പികൾ ബണ്ടിലുകളാക്കി മെറ്റലർജിക്കൽ പ്ലാന്റുകളിലേക്ക് അയക്കുന്നു. അവിടെ അവ പുതിയ രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതേസമയം ബാക്കിയുള്ള ടയറിൻ്റെ ഭാഗം അടുത്ത ഘട്ടമായ ഷ്രെഡിങ്ങിന് തയ്യാറായിട്ടുണ്ടാകും. തുടർന്ന് മെക്കാനിക്കൽ പ്രോസസ്സിങ്ങിന് മുൻപായി ടയറുകൾ ഹൈ പ്രഷർ വാഷിംഗ് സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നു. ഇത് മണ്ണ്, ഓയിൽ, കല്ലുകൾ എന്നിവ നീക്കം ചെയ്യുകയും ബ്ലേഡുകൾ തേയ്മാനം സംഭവിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇതൊരു ചെറിയ കാര്യമായി തോന്നാമെങ്കിലും മെഷീനുകളുടെ ഡ്യൂറബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. പ്രൈമറി ഷ്രെഡിംഗ് സെക്ഷനിൽ ടയറുകളെ ഹൈ ടോർക്ക് കട്ടിംഗ് മെഷീനുകളിലേക്ക് ഇടുന്നു. അവിടെയുള്ള ബ്ലേഡുകൾ അവയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് ചെയ്യുക. വേഗത കുറഞ്ഞ ഈ കട്ടിംഗ് രീതി ചൂട് കുറയ്ക്കാനും റബ്ബർ ഉരുകി ബ്ലേഡിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും സഹായിക്കുന്നു. ഈ കഷ്ണങ്ങൾ പിന്നീട് സെക്കൻഡറി ഗ്രൈൻഡിങ്ങിലേക്ക് പോകുന്നു. അവിടെ അവയുടെ വലിപ്പം വീണ്ടും കുറയ്ക്കുകയും ഉള്ളിലെ ബാക്കി സ്റ്റീൽ ഭാഗങ്ങൾ വേർതിരിക്കുകയും ചെയ്യുന്നു. മാഗ്നറ്റിക് സിസ്റ്റങ്ങൾ വഴി ഈ സ്റ്റീൽ തിരിച്ചെടുക്കുകയും ചെയ്യും. ഒടുവിൽ ലഭിക്കുന്നത് കൃത്യമായ വലിപ്പത്തിലുള്ള ക്രംപ് റബ്ബറാണ്. ഇത് നിർമ്മാണ മേഖലയിലോ മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കാൻ തയ്യാറായ അസംസ്കൃത വസ്തുവാണ്. പ്രൊഡക്ഷൻ ലൈനിൻ്റെ അവസാനം എല്ലാ വസ്തുക്കളും ഒരു ക്ലാസിഫിക്കേഷൻ സ്ക്രീനിംഗ് സിസ്റ്റത്തിലൂടെ കടന്നുപോകുന്നു. ശരിയായ വലിപ്പമുള്ള തരികൾ മുന്നോട്ട് പോവുകയും വലിയ കഷ്ണങ്ങൾ വീണ്ടും ഗ്രൈൻഡറിലേക്ക് തന്നെ അയക്കുകയും ചെയ്യുന്നു. ഇതിൽ 0.5 മുതൽ 2 mm വരെയുള്ള തരികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. റബ്ബറൈസ്ഡ് അസ്ഫാൾട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഈ വലിപ്പത്തിലുള്ള റബ്ബറാണ്. പൊടിച്ചെടുത്ത ഈ റബ്ബർ തരികളിൽ ഈർപ്പമോ പൊടിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവ ടാർ അഥവാ ബിറ്റുമിൻ മിശ്രിതവുമായി ശരിയായി ചേരുന്നതിന് തടസ്സമാകും. അതുകൊണ്ട് തന്നെ അസ്ഫാൾട്ടിൽ കലർത്തുന്നതിന് മുൻപ് ഈ റബ്ബർ തരികളെ ഉണക്കി ചൂടാക്കേണ്ടതുണ്ട്. അതിനായി പ്ലാന്റിനുള്ളിൽ ഒരു കറങ്ങുന്ന ഡ്രമ്മിലേക്ക് ഈ റബ്ബർ തരികൾ അയക്കുന്നു. തുടർന്ന് നാച്ചുറൽ ഗ്യാസോ ഇന്ധനമോ ഉപയോഗിച്ച് ഏകദേശം 200 മുതൽ 260 ഫാരൻഹീറ്റ് വരെ താപനിലയിൽ ഇത് ചൂടാക്കുന്നു. അങ്ങനെ ഡ്രം കറങ്ങുന്നതിനനുസരിച്ച് ഈർപ്പം മാറുകയും റബ്ബർ തരികൾ ബിറ്റുമിനുമായി ചേരാൻ പാകപ്പെടുകയും ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ മോഡേൺ പ്ലാന്റുകളിൽ സെൻസറുകൾ ഉപയോഗിച്ച് താപനില കൃത്യമായി നിയന്ത്രിക്കുന്നുമുണ്ട്. ഇതിൻ്റെ ഫലമായി റബ്ബർ ബിറ്റുമിനെ നന്നായി ആഗിരണം ചെയ്യുകയും കൂടുതൽ ഈട് നിൽക്കുന്നതും വിള്ളലുകളെ പ്രതിരോധിക്കുന്നതുമായ റബ്ബറൈസ്ഡ് അസ്ഫാൾട്ട് നിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഉണക്കി ചൂടാക്കിയ ഉടൻ തന്നെ ഈ റബ്ബർ തരികൾ ബിറ്റുമിൻ ബ്ലെൻഡിംഗ് പ്രോസസ്സിലേക്ക് കടക്കുന്നു. ഇവിടെയാണ് റീസൈക്ലിങ്ങിൻ്റെ മെയിൻ പ്രോസസ്സ് നടക്കുന്നത്. ഇവിടെ വെച്ച് ബിറ്റുമിൻ ഏകദേശം 320 മുതൽ 375 ഫാരൻഹീറ്റ് വരെ ചൂടാക്കി ദ്രാവകാവസ്ഥയിലാക്കുന്നു. ഇതിലേക്ക് റബ്ബർ തരികൾ കൃത്യമായ അളവിൽ ചേർക്കുന്നു. സാധാരണയായി 15 മുതൽ 22% വരെയാണ് റബ്ബർ ചേർക്കാറുള്ളത്. മിക്സിംഗ് യൂണിറ്റിനുള്ളിലെ ബ്ലേഡുകൾ 30 മുതൽ 60 മിനിറ്റ് വരെ ഇവയെ നന്നായി യോജിപ്പിക്കുന്നു. ഈ സമയത്ത് റബ്ബർ തരികൾ വെറുതെ കലരുകയല്ല ചെയ്യുന്നത്,
അവ ബിറ്റുമിനിലെ ഓയിലുകൾ ആഗിരണം ചെയ്ത് വീർക്കുകയും മിശ്രിതത്തിൻ്റെ ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഭാരമേറിയ വാഹനങ്ങൾ പോകുന്ന റോഡുകൾക്കും താപനില മാറുന്ന ഇടങ്ങൾക്കും ഈ ഗുണം വളരെ പ്രധാനമാണ്. തുടർന്ന് സെൻസറുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ പാകം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നു. ഈ ഘട്ടം കഴിയുമ്പോഴേക്കും റബ്ബറൈസ്ഡ് അസ്ഫാൾട്ട് റോഡ് നിർമ്മാണത്തിന് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാകും. ഈ മിക്സ്ചർ തയ്യാറായ ഉടൻ തന്നെ ഇത് പ്രത്യേക ഡം ട്രക്കുകളിലേക്ക് മാറ്റുന്നു. മിക്സ്ചർ തണുത്തു പോകാതിരിക്കാൻ ട്രക്കിൻ്റെ ഉൾഭാഗം മുൻകൂട്ടി ചൂടാക്കിയിട്ടുണ്ടാകും. 270 മുതൽ 300 ഫാരൻഹീറ്റ് വരെ താപനിലയിലാണ് ഇത് ലോഡ് ചെയ്യുന്നത്. ഓരോ ട്രക്കും കൃത്യമായി പ്ലാൻ ചെയ്ത റൂട്ടുകളിലെ നിർമ്മാണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തുമ്പോൾ ട്രക്ക് മിശ്രിതത്തെ അസ്ഫാൾട്ട് പേവറിലേക്ക് ഒഴിക്കുന്നു. ഈ മെഷീൻ റോഡിൽ മിശ്രിതത്തെ കൃത്യമായ കനത്തിൽ നിരത്തുകയാണ് ചെയ്യുന്നത്. സാധാരണയായി 1.5 മുതൽ 3 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ കനം. ഉടൻ തന്നെ സ്റ്റീൽ റോളറുകളും ടയർ റോളറുകളും ഉപയോഗിച്ച് ഇത് അമർത്തി ഉറപ്പിക്കുന്നു. മിശ്രിതം 180 ഡിഗ്രി ഫാരൻഹീറ്റിന് താഴെ തണുക്കുന്നതിന് മുൻപ് ഈ പണി തീർക്കണം. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ പാകത്തിൽ ഉറക്കുന്നു. പഴയ ടയറുകൾ പുതിയൊരു റോഡായി മാറുന്നതോടെ വലിയ അളവിൽ അസംസ്കൃത വസ്തുക്കൾ ലാഭിക്കാനും കാർബൺ മലിനീകരണം കുറയ്ക്കാനും സഹായിക്കുന്നു. കാലക്രമേണ വാഹനങ്ങൾ പോയും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ഈ റോഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചേക്കാം. എന്നാൽ അസ്ഫാൾട്ടിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് എത്ര തവണ വേണമെങ്കിലും വീണ്ടും റീസൈക്കിൾ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. പഴയ റോഡിലെ അസ്ഫാൾട്ട് അടർത്തി മാറ്റി പുതിയ റോഡിനുള്ള അസംസ്കൃത വസ്തുവാക്കി മാറ്റാൻ സാധിക്കും. അതിനായി വലിയ മെഷീനുകൾ ഉപയോഗിച്ച് റോഡിൻ്റെ ഉപരിതലം ഇളക്കി മാറ്റുകയും ഈ കഷ്ണങ്ങൾ ശേഖരിച്ച് ട്രക്കുകളിൽ കയറ്റി വീണ്ടും റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന പഴയ അസ്ഫാൾട്ടിനെ RIP റീക്ലൈംഡ് അസ്ഫാൾട്ട് പാവ്മെൻറ്റ് എന്ന് വിളിക്കുന്നു. പ്ലാന്റിൽ വെച്ച് ഇതിലെ അഴുക്കും മറ്റ് മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും ശേഷം വലിയ ഹാമറുകൾ ഉപയോഗിച്ച് ഇവയെ തകർത്ത് പഴയ ബിറ്റുമിനും കല്ലുകളും വേർതിരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഇവ അരിച്ചെടുത്ത് വലിപ്പമനുസരിച്ച് തരംതിരിച്ച് ഇവ വീണ്ടും പുതിയ അസ്ഫാൾട്ട് മിശ്രിതങ്ങളിൽ 30 മുതൽ 40% വരെ ചേർക്കാൻ സാധിക്കും. റീസൈക്ലിംഗ് ചെയ്ത് ടയറുകളിൽ നിന്നുള്ള ക്രം റബ്ബർ ചേർത്ത റബ്ബറൈസ്ഡ് അസ്ഫാൾട്ട് റോഡുകൾ നിർമ്മിക്കുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. പ്രത്യേകിച്ച് അരിസോണ, കാലിഫോർണിയ, ഫ്ലോറിഡ, ടെക്സാസ് എന്നീ സംസ്ഥാനങ്ങൾ. 1960കളിൽ തന്നെ റോഡുകളുടെ ഈടുനിൽപ്പിനായി അരിസോണ ഈ സാങ്കേതിക വിദ്യ ആദ്യമായി പരീക്ഷിച്ചിരുന്നു. ഇതിലൂടെ വർഷം തോറും 35,000 മെട്രിക് ടണ്ണിലധികം ക്രം റബ്ബറാണ് ഉപയോഗിക്കപ്പെടുന്നത്. സൗത്ത് കാരോലിന, ജോർജിയ തുടങ്ങിയ മറ്റ് US സംസ്ഥാനങ്ങളിലും പോളിമറിന് പകരമായി റബ്ബർ ഉപയോഗിച്ചുള്ള അസ്ഫാൾട്ട് അനുവദനീയമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ക്രം റബ്ബർ മോഡിഫൈഡ് ബിറ്റുമിൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നാഷണൽ ഹൈവേകളിൽ ഇത്തരം മിശ്രിതം ഉപയോഗിക്കാൻ റോഡ് ഗതാഗത മന്ത്രാലയവും ഇന്ത്യൻ റോഡ്സ് കോൺഗ്രസും പ്രോത്സാഹനം നൽകുന്നുണ്ട്. ഏതായാലും ഈ ഒരു റീസൈക്ലിംഗ് രീതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.